ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മളൊരു 3 ഫേസ് DB വെച്ചിട്ട് നമ്മൾ സാധാ ഒരു വീട്ടിൽ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് DB വെച്ചിട്ട് അതിൻ്റെ പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകണം, ഭാവിയിൽ നമുക്ക് കംപ്ലയിൻറ്റ്സ് ഇല്ലാത്ത രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല പിന്നീട് നമുക്കൊരു ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല, പിന്നീട് റൂമുകളിലേക്ക് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് വയർ വലിച്ചെടുക്കാൻ ഇപ്പോൾ വയർ നമ്മൾ വലിക്കുന്നില്ല, പിന്നീട് വയർ വലിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിടണം. അതുമാത്രമല്ല നമുക്ക് എങ്ങനെയൊക്കെ വയർ കൊണ്ടുപോകുന്നതിന് എങ്ങനെയുള്ള രീതിയിലുള്ള വയർ കൊണ്ടുപോകുന്നതിന് രീതിയിലുള്ള പൈപ്പുകളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുന്നത് ഒരു 3 ഫേസ് DB ഒരു ചെറിയ വീട്ടിൽ അല്ലെങ്കിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റ് ഒരു 2000 സ്ക്വയർ ഫീറ്റൊക്കെ വരുന്ന വീടുകളിൽ 3 ഫേസ് DB ആവശ്യമുണ്ടെന്നാണ് ഏറ്റവും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ടല്ല വരുന്നത് നമുക്ക് DB വയ്ക്കുന്നത്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മുടെ DBയുടെ വലിപ്പവും 3 ഫേസ് DBയും സിംഗിൾ ഫേസ് DBയും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ 2 ബെഡ്റൂമാണുള്ളത്. പക്ഷേ 1500 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. ഒരു 3 ബെഡ്റൂമുള്ള വീടാണ്. ഒരു 2000 സ്ക്വയർ ഫീറ്റ് 1200 സ്ക്വയർ ഫീറ്റിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 ബെഡ്റൂമുള്ള വീടുണ്ടെന്ന് വിചാരിക്കുക. ഈ 3 ബെഡ്റൂമുള്ള വീടുകളിൽ 3 ബെഡ്റൂമിലും നമ്മൾ AC വെക്കുന്നു എന്ന് വിചാരിക്കാം. ഈ 3 ബെഡ്റൂമിൽ AC വെക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സിംഗിൾ ഫേസ് ആണ് DB കൊടുത്തിരിക്കുന്നതെങ്കിൽ പിന്നീട് നമുക്കത് മാറ്റേണ്ട ഒരു ആവശ്യത്തിലേക്ക് വരും. കാരണം നമുക്കൊരു സിംഗിൾ ഫേസ് കണക്ഷൻ മാക്സിമം തരുന്നത് 5000 വാട്ട്സാണ് മാക്സിമം തരുന്നത്. 5000 വാട്ട്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കിച്ചണിൻ്റെ ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ ഹീറ്റർ, അതായത് 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ 3 ബെഡ്റൂമിൽ വരുന്ന ഹീറ്ററുകളുണ്ടെന്ന് വിചാരിക്കുക. ഈ ഹീറ്ററെല്ലാം തന്നെ വരുന്നത് ഏകദേശം 500 വാട്ട് വെച്ച് ഏകദേശം ഹീറ്ററിന് വരുന്നുണ്ട്. അപ്പോൾ ഹീറ്റർ 3 ബെഡ്റൂമിൽ തന്നെ വരുന്ന സമയത്ത് 1500 വാട്ടായി. പിന്നെ അതുപോലെ തന്നെ പവർ പ്ലഗുകൾ 500 വാട്ടാണ് കൂട്ടുന്നത്. കിച്ചണിൻ്റെ ഏരിയയിൽ വരുന്ന ഒരു 2-3 പവർ പ്ലഗ് ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കണക്കൂട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വാഷിംഗ് മെഷീന് പവർ സർക്യൂട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വരുന്ന സമയത്ത് നമുക്ക് 5000 വാട്ട്സിന് മുകളിലേക്കാണ് പോകുന്നത്. പിന്നീട് നമ്മളൊരു 3 AC കൂടി വെക്കുന്ന സമയത്ത് ഓരോ ACക്ക് 500 വാട്ടിൻ്റെ പവർ പ്ലഗുകളാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും 5000 വാട്ടിനേലും മുകളിലേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ലെവലിലേക്ക് ഈ 3 ബെഡ്റൂമിലേക്ക് ഭാവിയിൽ എന്തായാലും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഉറപ്പായിട്ട് നമുക്ക് AC വെക്കേണ്ട ഒരു അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അത് മാത്രമല്ല സെപ്പറേറ്റ് ACകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വാട്ട്സ് ലെവലിലേക്ക് കയറി വരുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ഫേസ് മീറ്റർ ബോക്സ് ആണ് നമ്മൾ സിംഗിൾ ഫേസ് DB ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടിയത് 16 വേടിയാണ് വരുന്നത്. ആ വരുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മാറ്റി വെക്കേണ്ട ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നമ്മളൊരു പുതിയ വീട് വെക്കുന്ന സമയത്ത് നമുക്കൊരു 3 ഫേസ് DB കണക്ട് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. 3 ഫേസ് DB എന്ന് പറയുമ്പോൾ 6 വേ DB വരുന്നുണ്ട്, 8 വേ DB വരുന്നുണ്ട്. 6 വേ DB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസിൽ, അതായത് 3 ഫേസാണ് 3 ഫേസിൽ വരുന്നത്. ഒരു ഫേസിൽ നമുക്ക് 6 MCB കൊടുക്കാം 6 വേ എന്ന് പറയുമ്പോൾ. അപ്പോൾ 3 ഫേസ് കൂടുമ്പോൾ 6 3 18 MCB കൊടുക്കാം. 18 MCBയിലും 18 സർക്യൂട്ടുകൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് നമുക്ക് കൊടുക്കാം. അത് നമുക്ക് ചില ഏരിയകളിൽ നമുക്ക് ഒന്നിച്ച് കൊടുക്കണമെങ്കിൽ ഒന്നിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് കൂടാതെ തന്നെ ഇനി കൂടുതൽ സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, നമുക്കൊരു 8 വേ DB വയ്ക്കാം. 8 വേ DB വയ്ക്കുന്ന സമയത്ത് ഒരു ഫേസിൽ നമുക്ക് 8 MCB വരുന്നുണ്ട്. അപ്പോൾ 8 24 MCB കൊടുക്കാം. അത്യാവശ്യം ഒരു 3000 സ്ക്വയർ ഫീറ്റൊക്കെ വീട് വരുന്ന ഏരിയകളിലാണെങ്കിലും നമുക്കൊരു 8 വേ DB മതി. അപ്പോൾ 6 വേ DBയും 8 വേ DBയും നമുക്ക് സെലക്ട് ചെയ്യാം. നോർമൽ ലെവലിൽ ഒരു വീട്ടിലേക്ക് നമുക്ക് 8 വേ വേണ്ടെന്ന് ആവശ്യമില്ല, 6 വേ DB മതി. അപ്പോൾ 6 വേ DB തന്നെ നമുക്ക് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 6 വേ DB വെച്ചു, 3 ഫേസ് DB വെച്ചു, 3 ഫേസിൻ്റെ കണക്ഷൻ നമ്മൾ കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടു. അപ്പോൾ അതുപോലെ തന്നെ മീറ്റർ ബോക്സ് നമ്മൾ 3 ഫേസ് DB വെച്ചു. 3 ഫേസ് DB വെച്ചതിന് ശേഷം നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താലും മതി. നമ്മുടെ ലോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്നില്ല, AC കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് 3 ഫേസിൻ്റെ കണക്ഷൻ എടുത്താൽ മതി. 3 ഫേസിൻ്റെ കണക്ഷൻ ആവശ്യമില്ല, സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ എടുത്താൽ മതി. സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ എടുത്ത് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. അതിനുശേഷം പിന്നീട് നമുക്ക് 3 ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് KCBയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ DB സിംഗിൾ ഫേസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ വീണ്ടും 3 ഫേസിലേക്ക് മാറ്റേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് 3 ഫേസ് DB വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഇത് രണ്ടും തമ്മിലുള്ള റേറ്റ് ഒന്ന് നമുക്ക് നോക്കാം. സിംഗിൾ ഫേസ് DB അതിൻ്റെ മീറ്റർ ബോക്സും വരികയാണെങ്കിൽ ഒരു 16 വേയുടെ സിംഗിൾ ഫേസ് DB എന്ന് പറയുന്നത് ഒരു 2500 റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മീറ്റർ ബോക്സ് എന്ന് പറയുന്നത് ഒരു 1200 അല്ലെങ്കിൽ 1000 റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമുക്കൊരു 4000 രൂപ വരുമെന്ന് വിചാരിക്കുക. സിംഗിൾ ഫേസ് DBയിൽ ഒരു 4000 രൂപ വരുന്നുണ്ട്. 3 ഫേസ് DB ആകുമ്പോൾ നമുക്ക് ആവറേജ് വരുന്നത് ഒരു 8000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മീറ്റർ ബോക്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2000-ന് താഴെ 1500-നും 1800-നാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ രണ്ടും കൂട്ടി നമുക്കൊരു
പതിനായിരം രൂപയിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ പറഞ്ഞ 3 ഫേസ് DB വെക്കാൻ സാധിക്കും. അതിൻ്റെ സെലക്ടർ കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ. അപ്പോൾ നമ്മൾ മറ്റേത് വെച്ച് കഴിയുമ്പോൾ സമയത്ത് ഒരു 4000 രൂപ വരുന്ന ഒരു 6000 രൂപ എക്സ്ട്രാ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്ന സമയത്ത് AC വെക്കുന്ന സമയത്ത് ഈ പറയുന്ന DB കാര്യങ്ങളൊന്നും കുത്തിപ്പൊളിച്ച് മാറ്റി വീണ്ടും നമ്മുടെ വീടിൻ്റെ അകത്ത് കുത്തിപ്പൊളി കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അതുമാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് 3 ഫേസിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതാണ് കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് പുതിയ വീട് വെക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യം 3 ഫേസ് DB വെച്ച് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി അത് കൂടാതെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് ഈ 3 ഫേസ് DB ആണെങ്കിലും സിംഗിൾ ഫേസ് DB ആണെങ്കിലും നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സർക്യൂട്ടുകൾ മാക്സിമം നമുക്ക് ഭാവിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ AC കാര്യങ്ങളൊന്നും നേരത്തെ ചെയ്യുന്നില്ല, പിന്നീടാണ് ചെയ്യുന്നതെങ്കിൽ അവിടേക്ക് വയർ കാര്യങ്ങളൊക്കെ വലിക്കണമെങ്കിൽ ടൈറ്റില്ലാത്ത രീതിയിൽ വയർ വലിച്ചു കൊണ്ടുപോകുന്നതിന് 4 PVC ബോക്സ് വെച്ച് പോകുന്നതാണ് ഏറ്റവും ഉത്തമം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 4 PVC ബോക്സുകളാണ് നമ്മുടെ ചുമരിൻ്റെ മുകളിൽ തന്നെ എല്ലാം കൊടുത്തു പോയിരിക്കുന്നത്. അപ്പോൾ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഈ 4 എപ്പോഴും ഒരു ജംഗ്ഷനായിട്ട് യൂസ് ചെയ്യാം. ജംഗ്ഷനായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തുറക്കാവുന്ന രീതിയിലുള്ള 4 ഷീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. 4 ഷീറ്റുകൾ നമ്മൾ കൊടുത്തു. അവിടെ നമുക്ക് വേണമെങ്കിൽ ഹോൾഡർ കൊടുക്കാം. അതല്ല നമുക്ക് ട്യൂബ് സെറ്റിന് വേണ്ടി ട്യൂബ് സെറ്റ് അവിടെ കൊടുക്കാം. സീലിംഗ് ക്രോസ് കൊടുത്തതിന് ശേഷം ഇനി ഫാൻസ് ലൈറ്റ് വേണമെങ്കിൽ ഫാൻസ് ലൈറ്റും അവിടെ വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഴിക്കാവുന്ന രീതിയിലുള്ള കണ്ടാവും. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഹാളുകളിൽ DBയിൽ നിന്ന് പോകുന്ന എല്ലാം തന്നെ 4 PVC ബോക്സും 6 PVC ബോക്സും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പൈപ്പുകൾ കൊടുത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വയർ വലിക്കാവുന്ന രീതിയിലും മാക്സിമം വയറുകൾ എന്തെങ്കിലും ചൂടാവുകയോ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും കത്തുപിടിക്കാത്ത രീതിയിലും നല്ല രീതിയിൽ ലാവിഷായിട്ട് പൈപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിടാനും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വയർ കാര്യങ്ങളൊക്കെ ഏത് സ്ഥലത്തേക്കും വീടിൻ്റെ ഏത് സ്ഥലത്തേക്ക് വലിക്കുന്നതിനും എവിടെ വേണമെങ്കിലും നമുക്ക് ലിങ്ക് ചെയ്തിടാനൊക്കെ ഈ 4 PVC ബോക്സ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ ഏരിയകളിലാണെങ്കിലും സർക്യൂട്ടുകളുടെ എണ്ണം കൂടുതലായിരിക്കും. മോട്ടറിൻ്റെ സർക്യൂട്ട്, പവർ സർക്യൂട്ടുകൾ. ഇനി അതല്ല നമ്മൾ കിച്ചൺ എടുക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ഏരിയ എടുത്തിട്ടുണ്ടാവില്ല. വർക്ക് ഏരിയ പിന്നീടായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്കല്ല, വർക്ക് ഏരിയയിലേക്കൊക്കെ നമുക്ക് അത്യാവശ്യം പവർ പ്ലഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ള പവർ പ്ലഗിൽ നിന്ന് ലൂപ്പ് ചെയ്യാതെ സെപ്പറേറ്റ് നമുക്ക് DBയിൽ നിന്ന് രണ്ടാമത് വേണമെങ്കിൽ വയർ വലിക്കണമെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ PVC ബോക്സ് 4 ജംഗ്ഷൻ വെച്ച് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏത് സ്ഥലത്തേക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് വയർ വലിച്ച് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഏറ്റവും മുഖ്യമായ ഒരു കാര്യം ഇൻഡക്ഷൻ കറണ്ട് ഇല്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. ഇൻഡക്ഷൻ കറണ്ട് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചില LED ബൾബുകൾ ചെറുതായിട്ട് ബ്രൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് ഞാനൊരു മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ 3 ഫേസ് DB വയ്ക്കുന്നതും അതുപോലെ തന്നെ 4 PVC ബോക്സൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലൊരു 90% കംപ്ലൈൻറ്റ്സ് മാക്സിമം നമുക്ക് ഒഴിവാക്കി നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, അതും ഷെയർ ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. കാരണം ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടും ആയിരിക്കും ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക്, അതായത് പുതിയതായിട്ട് വീട് വയ്ക്കുന്ന ആളുകളിലേക്ക്, ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അവർക്ക് പിന്നീട് ഒരു അബദ്ധം പറ്റാതെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് അവർക്കിത് ലഭിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.